100% വിജയസാധ്യത ഉള്ള തരത്തിലുള്ള വളരെ സ്നേഹത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ആളുകൾ നൽകുന്നത്. ഈ വാർഡിന്റെ നാനോത്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടുകാരുടെ കൂടെ ഉണ്ടാവും. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് വണ്ടൂർ പഞ്ചായത്തിലെ 20ാം വാർഡായ ടൗൺ വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷൈജൽ എടപ്പറ്റയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകാം. ഷൈജൽക്ക, എവിടം വരെ എത്തി പ്രചരണങ്ങളൊക്കെ? എത്ര റൗണ്ട് പൂർത്തിയാക്കി? തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 4ാം റൗണ്ട് ഗൃഹ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ, വളരെ സന്തോഷം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? എത്രത്തോളം വിജയസാധ്യത കാണുന്നുണ്ട്? 100% വിജയസാധ്യത ഉള്ള തരത്തിലുള്ള വളരെ സ്നേഹത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ആളുകൾ നൽകുന്നത്. തീർച്ചയായും 20ാം വാർഡിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഈ സീറ്റ്, കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഈ സീറ്റ് തിരിച്ചു പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാറുണ്ടോ? തീർച്ചയായും ഈ വാർഡിന്റെ ഒട്ടനവധി വികസന കാര്യങ്ങൾ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് പ്രധാനമായും ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രധാന റോഡുകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റോഡ് ചന്തക്കുന്ന് റോഡാണ്. അതുപോലെ തന്നെ പള്ളി ഇടവഴി റോഡ്, ബർമ്മത്തൊടി റോഡ്, അതുപോലെ തന്നെ കൂരിക്കുണ്ട് സർവീസ് സ്റ്റേഷൻ റോഡ്. ഇവിടെയൊക്കെയുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. മഴക്കാലത്ത് വെള്ളക്കെട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നടന്നു പോകാൻ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതാണ് ഈ വാർഡിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രയാസമായി നമ്മൾ കാണുന്നത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തീർച്ചയായും നടത്തും എന്നുള്ളത് തന്നെയാണ് ആളുകളോട്, ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ വാർഡിനകത്ത് 3 അംഗനവാടികളുണ്ട്. അതിൽ ഒരു അംഗനവാടി, ഏലാടംതൊടി അംഗനവാടി എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി വണ്ടൂർ പഞ്ചായത്തിനകത്ത് 50 അംഗനവാടികളിൽ 49 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്. ഈ ഒരു അംഗനവാടി കഴിഞ്ഞ 5 വർഷക്കാലമായി വിവിധ ക്വാർട്ടേഴ്സുകളിൽ, വാടക കെട്ടിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കി ഈ പറഞ്ഞ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അംഗനവാടി കെട്ടിടമുള്ള അടക്കമുള്ള പരിപാടികൾ, ഒരു 100 ദിന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനകത്ത് പരിപൂർണമായി അത് പണി കഴിപ്പിച്ച് കുട്ടികളെ അതിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലുള്ള ജനങ്ങളോട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനമാണ് സബ് സെന്റർ എന്ന് പറയുന്നത്. ആ സബ് സെന്റർ വളരെ മാതൃകാപരമായ രീതിയിൽ നവീകരിച്ചുകൊണ്ട് ഈ വാർഡിനകത്തുള്ള ആളുകളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന നിലക്ക് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അതുപോലെ തന്നെ കൊട്ടമ്പാറയിലെയും കൊക്കണംകുന്നിലെയും അംഗനവാടികൾ സ്മാർട്ടാക്കി അവിടെ ചുറ്റുമതിൽ, അതുപോലെ തന്നെ കട്ടപതിക്കൽ, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ വാർഡിനകത്ത് ഒരുപാട് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചന്തക്കുന്നിലാണെങ്കിലും TB കുന്നിലാണെങ്കിലും കോക്കാടംകുന്നിലാണെങ്കിലും കൊട്ടമ്പാറയിലാണെങ്കിലും പുളിശ്ശേരിയിലാണെങ്കിലും ഒക്കെ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടനവധി യുവാക്കൾ, കുട്ടികൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക രംഗത്ത് ഉണ്ട്. അവർക്ക് എല്ലാ വർഷവും സ്പോർട്സ് കിറ്റ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അവരുടെ കലാകായിക രംഗത്തുള്ള പുരോഗതി കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വാർഡിനകത്തുള്ള ഭിന്നശേഷിക്കാർ, ഞാൻ ഗ്രാമപഞ്ചായത്തിനകത്ത് 10 വർഷക്കാലം മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ 2 ടൈമിലായി 6 വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ളൊരു അനുഭവം, ഇപ്പോൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭിന്നശേഷി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. അതോടൊപ്പം തന്നെ ആ വീടുകളിൽ, നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം
അവർക്കൊരു കല്യാണത്തിന് പോകുവാനോ അല്ലെങ്കിൽ മറ്റു ആഘോഷ പരിപാടികൾക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ വാർഡിലെ ഭിന്നശേഷിക്കാരെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒരു വിനോദയാത്ര സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഈ നാട്ടിലുള്ള ഈ വാർഡിലുള്ള വോട്ടർമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം ഒരുപാട് വൃദ്ധരായ ആളുകൾ ഈ വാർഡിനകത്ത് താമസിക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം അവരുടെ അവസ്ഥകൾ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. അപ്പോൾ അവരെ ആ വീടിനകത്ത് കഴിഞ്ഞുകൂടുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ എല്ലാ വർഷവും അവരുടെ ഒരു ഉല്ലാസയാത്ര കൂടി ഞാൻ പഴയകാല വാർഡിലെ മെമ്പറായ സമയത്ത് ചെയ്തതുപോലെ ഇവിടെയും ചെയ്യും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ പരമാവധി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും MLA-യിൽ നിന്നും MP-യിൽ നിന്നൊക്കെ കിട്ടാവുന്ന ഫണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വാർഡിൻ്റെ നാനോത്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടുകാരുടെ കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിനെ പ്രതിദാനം ചെയ്തിട്ടുള്ള ജനപ്രതിനിധിയുടെ പോരായ്മകൾ, ആ പോരായ്മകൾ ഇവിടെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പോരായ്മകൾ, ആ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പോരായ്മകൾ കൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിന് ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ട് തന്ന് വിജയിപ്പിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora. Linen, cotton cloth and stitching. Pandikad Road, Vandoor.